എന്താണെന്നറിയില്ല കേട്ടോ, ആകെ ഒരു മൂഡ് ഓഫേ കുറച്ച് ദിവസമായിട്ട്. എന്നാൽ പിന്നെ പുറത്തൊക്കെ ഒന്ന് പോയി കറങ്ങി വരാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണേ. അപ്പോൾ ഒരു റീഫ്രഷ്മെൻ്റ് ആവുമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇങ്ങനെ ഒരു പണി കിട്ടുമെന്ന്. ടാബുക്കുട്ടൻ കയറി നിൽക്കുന്ന ഷോപ്പ് കണ്ടോ, അവിടെ കുറേ അധികം ക്യാരക്ടറൊക്കെ വെച്ചിട്ടുള്ള ഒരു ഷോപ്പുണ്ട്. അപ്പോൾ ടാബുക്കുട്ടിന് ഈ ക്യാരക്ടർ കാണുമ്പോൾ ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. അപ്പം എപ്പോൾ പോയാലും ഇങ്ങനെ വാങ്ങിക്കാറ് പതിവാണുള്ളത്. പക്ഷേ അവിടെ ഭയങ്കര കോസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, മോനെ ഈ തവണ നമുക്കിത് ശരിയാവില്ല, നമുക്ക് വേറെ എന്തെങ്കിലും ടോയ് വാങ്ങിക്കാമെന്ന്. പക്ഷേ ആളൊട്ടും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. എന്നിട്ടും എന്തൊക്കെയോ പറഞ്ഞ് അവസാനം ഞാൻ ഒരു ഹോട്ട് വീലറിൻ്റെ ഇത് വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. അത് അത്ര അങ്ങോട്ട് ഇഷ്ടമൊന്നും ആയില്ല. പിന്നെ എന്തെങ്കിലും വാങ്ങിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചു. അപ്പോൾ അവിടെ വെച്ച് തന്നെ അതെല്ലാം പൊട്ടിച്ചെടുത്തു. ഇനിയിപ്പം ഈ കവറൊക്കെ എവിടെ കളയും എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ തത്ത പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ചേട്ടൻ പറഞ്ഞു ഇങ്ങോട്ട് തന്നേക്കുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ അതവിടെ കൊടുത്തിട്ട് ഞങ്ങൾ രണ്ടുകൂടെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. വീണ്ടും തെണ്ടിത്തിരിയിലാണ് ഉദ്ദേശം. ടോയ് അത്ര ഇഷ്ടത്തോടെയൊന്നും വാങ്ങിച്ചിട്ടില്ലാഞ്ഞതുകൊണ്ട് തന്നെ വരുന്ന വഴിക്ക് ഐസ്ക്രീം ഷോപ്പ് കണ്ടപ്പോഴത്തേക്കും അമ്മ എനിക്ക് ഐസ്ക്രീം വേണം. എന്നാൽ പിന്നെ ഓക്കെ എന്ന് പറഞ്ഞ് ഞാനൊരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. അപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ എന്താണ്ട് അവിടെ ഒരു കബാബിൻ്റെ കോർണർ. അപ്പം ഞാൻ അവിടെ നിന്ന് ആദ്യമായിട്ടാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. സംഭവം അടിപൊളിയായിരുന്നു, നല്ല സ്പൈസി ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ എന്തായാലും അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ടാബിക്കുണ്ണ ഷോപ്പ് കണ്ടപ്പോഴേ പറഞ്ഞു അമ്മ എനിക്ക് വേണ്ട കേട്ടോ അവിടെ നിന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പുറത്ത് വേണം കേട്ടോ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. ടാബിക്കുണ്ണ അങ്ങനെ ഇരുന്ന് കഴിക്കാൻ അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സ്ട്രീറ്റ് ഫുഡും അതുപോലെ തന്നെ സ്ട്രീറ്റിലൂടെ നടക്കാനും ഒക്കെ. ഞങ്ങളുടെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും ആ സമയത്ത് പോയിട്ട് വീണ്ടും ഐസ്ക്രീം വാങ്ങിച്ചു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്, ക്ലൈമറ്റ് ഭയങ്കര പാടാണ്. ആ സമയത്താണ് വീണ്ടും ഐസ്ക്രീം വാങ്ങിച്ചു കഴിക്കുന്നത്. ഇത് രണ്ടാമത്തെ ഐസ്ക്രീമാണ് കേട്ടോ. ടാബിക്കുണ്ണ ഓൾറെഡി നല്ല കോൾഡും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ, നാളെ എന്താകും എന്നോർത്തിട്ട്. അങ്ങനെ അവർ എന്നോട് ഐസ്ക്രീം തിന്ന് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും ആഗ്രഹം തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടുത്തെ കബാബിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ കയറിയത് ഐസ്ക്രീം പാർലറിലേക്കാണ്. അങ്ങനെ അവിടെ നിന്നൊരു മാംഗോയുടെ കോൺ ഐസ്ക്രീം വാങ്ങിച്ച് അതൊക്കെ കഴിച്ചിട്ട് അങ്ങനെ തെണ്ടി തിരിഞ്ഞ് ഞങ്ങൾ വീണ്ടും സ്ട്രീറ്റിലൂടെ നടക്കാണ് കേട്ടോ. അപ്പം അവരുടെ രണ്ടിൻ്റെ ഐസ്ക്രീമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം എൻ്റെയും കൂടെ ഉള്ളൂ കേട്ടോ. അപ്പം അതും കഴിച്ച് ഞങ്ങൾ അങ്ങനെ നടന്ന് ചെല്ലുന്ന സമയത്ത് അടുത്തൊരു റെസ്റ്റോറൻറ്റ് കണ്ടു. എന്നാൽ പിന്നെ ഡിന്നർ പരിപാടി എന്തെങ്കിലും ആക്കാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആ വീണ്ടും റെസ്റ്റോറൻറ്റിൽ കയറി. അപ്പോഴത്തേക്ക് എൻ്റെ ഐസ്ക്രീമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ടാബുക്കുട്ടൻ പതിവ് പോലെ തന്നെ ടാബുക്കുട്ടൻ്റെ ടാബൊക്കെ എടുത്ത് ഇവിടെ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ ശരിക്കും വീട്ടിൽ നിന്ന് ടാബ് എടുത്തുകൊണ്ട് തന്നെയായിരുന്നു കേട്ടോ പോന്നിട്ടുള്ളത്. കാരണം ഇങ്ങനെയൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ടാബ് വേണം എന്ന് എനിക്കറിയാമായിരുന്നു. നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് അതൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. ടാബുക്കുട്ടൻ അറിയില്ലായിരുന്നു കേട്ടോ വീഡിയോ എടുക്കുന്നുണ്ടെന്ന്. അപ്പം വന്നിട്ട് കരയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ കാര്യമായിട്ട് കഴിക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. കാരണം സ്ട്രീറ്റിൽ നിന്ന് അതെല്ലാം വാരി പിടിച്ച് തിന്നിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മുടെ ഫുഡ് എത്തി. ഒരു പ്ലേറ്റ് ഷവർമയും പിന്നെ 2 നോർമൽ ഷവർമയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മിൻ വിത്ത് ലെമണും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ കാര്യമായിട്ട് വിശപ്പ് ആർക്കും ഉണ്ടായിരുന്നില്ല. കാരണം സ്ട്രീറ്റിൽ നിന്ന് നമ്മൾ അതും ഇതൊക്കെ വാങ്ങിച്ച് തിന്നിട്ടുണ്ടായിരുന്നല്ലോ. എന്നാലും ഡിന്നറൊന്നും കഴിച്ചില്ല എന്നൊരു സങ്കടം വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മളിവിടെ വലിഞ്ഞേറിയത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഷവർമയൊക്കെ കഴിച്ച് അങ്ങനെ എന്താ പറയുക, വിഷമമൊക്കെ കുറച്ച് കുറഞ്ഞു എന്നൊക്കെ പറയാം. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഈവനിങ്. ബൈ.